അപ്പൊ നമുക്കിനി താമസിപ്പിക്കേണ്ട തുടങ്ങിയല്ലേ? എന്നാ തുടങ്ങാം. ചാക്കോച്ച, സുധീഷ് ഏട്ടാ, 97 അനിയത്തി പ്രാവിൽ MBA ഫസ്റ്റ് ഇയർ. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ 2010 മമ്മി ആൻഡ് മീൽ MBA സെക്കൻഡ് ഇയർ. ഇപ്പൊ നിങ്ങളുടെ രണ്ടാളുടെയും പഠിത്ത വിടം വരുത്തി. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? MBA വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ പഠിത്തം പൂർത്തി. ഡിഗ്രി പാസ്സായോ? MBA ഞാൻ പാസ്സായി. നീ? ഇതൊക്കെ പറയാൻ എളുപ്പാ. ഞാൻ പണ്ട് ഏഷ്യാനെറ്റിലൊരു സീരിയലിൽ മാത്രമേ ആൾക്കാർ ഇത്രയും കാലം എടുത്തിട്ട് MBA ഒക്കെ പാസ്സാവുന്ന കണ്ടിട്ടുള്ളൂ. 13 വർഷമാണ് അനിയത്തി പ്രാവ് മമ്മി ആൻഡ് മീലൊക്കെ എത്താൻ വേണ്ടിട്ട്. എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷെ ഇത്തിരി സംസ്കാരം ഉണ്ടായി പോയി. നിങ്ങളുടെ കോളേജ് ലൈഫ് മൊത്തത്തിൽ ഉന്മാദമായിരുന്നു? എന്റെ കോളേജ് ലൈഫ് അത്യാവശ്യം ഉന്മാദമായിരുന്നു. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങി. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഉന്മാദ കുറവുണ്ടായിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ശരിക്കും സിനിമയിൽ അഭിനയിച്ചാലല്ലേ ഉന്മാദം കൂടുതലുണ്ടാവോ? അല്ല, ഉന്മാദ കുറവേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പറ, എന്താണ് ഈ ഉന്മാദം? ഇത് ഷാഹി കബീർ എന്ന തിരക്കഥാകൃത്തിന്റെ ഉന്മാദമാണ്. മഹത്തായ ചിന്താഗതി. പുള്ളിയുടെ തലച്ചോറിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചിന്തകളുടെ ഒരു ബഹുസ്ഫുരണമാണ് ഈ ഉന്മാദം. ഈടായിട്ട് ഭർത്താവ് ഭയങ്കര കുഴപ്പക്കാരനാണല്ലോ. സിനിമയിലല്ലേ? സമീപകാലത്ത് വന്ന എല്ലാ സിനിമയിലും ഭർത്താക്കന്മാര് ഭാര്യ കുഴപ്പം. എന്നെ തേച്ചതാണല്ലേ? ട്രെയിലറിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. ഓക്കെ. എന്റെ ഡൗട്ടുകളാണ്. ഏതത്തെ പേടിയുണ്ടോ? എനിക്കോ? ഞാനാ പേടിച്ചിട്ട് അതിന് വേറെ ആളെ നോക്കണം. പെട്ടുപോയി. കല്യാണം കഴിച്ചോണ്ടു. കല്യാണം കഴിച്ചോണ്ടോ? എന്താ? കല്യാണം കഴിച്ചത് ഏറ്റവും വലിയ ധൈര്യത്തിന്റെ ഒരു ലക്ഷണമാണ്. 100% ഞാൻ യോജിക്കുന്നു. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.